48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാനെ പൂട്ടിക്കെട്ടുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചത്. എന്നാൽ ട്രംപ് അനുവദിച്ച സമയം അവസാനിച്ചിട്ടും ഇറാന് വലിയ കുലുക്കമില്ല. അവർ നിർബാധം ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ടാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. തങ്ങളുടെ മിത്രങ്ങളായ രാജ്യങ്ങൾക്ക് ചരക്ക് നീക്കം നടത്താൻ വേണമെങ്കിൽ ഹോർമുസ് തുറക്കാമെന്നും ഇറാൻ അറിയിച്ചതോടെ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറാൻ മൈൻഡ് ചെയ്യാതിരുന്നതിൽ അമേരിക്ക കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണിയേൽക്കാത്ത സാഹചര്യത്തിൽ ഇനി ഇറാനുമായി അനുരഞ്ജനമാകാമെന്ന നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. തന്റെ വിശ്വസ്തരും കുടുംബാംഗങ്ങളുമായ ജാരദ് കുഷ്നറെയും ജീവൻ വിറ്റ്കോഫിനെയും രഹസ്യ ചർച്ചകൾക്ക് ട്രംപ് ചുമതലപ്പെടുത്തിയതായാണ് വിവരം. യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ ഇറാന്റെ ഉന്നത പ്രതിനിധികളുമായി ചർച്ച നടത്താനാണ് കുഷ്നറോടും വിറ്റ്കോഫിനോടും ട്രംപ് നിർദ്ദേശിച്ചിരുന്നത്. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അബ്രഹാം കരാറുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കുഷ്നർ. യുദ്ധം ആഗോള എണ്ണ വിപണിയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു തുടങ്ങിയതോടെയാണ് പെട്ടെന്നൊരു ഒത്തുതീർപ്പിന് ട്രംപ് തയ്യാറായത്. തനിക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന് ട്രംപ് ഏറ്റവും വിശ്വസ്തരോട് പറഞ്ഞതായി അമേരിക്കയിലെ പ്രധാന വാർത്താ ഏജൻസിയായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം പകരം അവർക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഇറാനെ പൂർണ്ണമായും തകർക്കണമെന്ന നിലപാടിലാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാർ നിൽക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയൊരു മാറ്റത്തിന് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ മുൻപ് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ട്രംപിനെ വിശ്വസിക്കുമോ എന്നതിൽ രാഷ്ട്രീയ വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇറാന്റെ നീക്കവും കരുതലോടെയാണ്. ഇറാനുമായി ട്രംപ് രഹസ്യ നീക്കം നടത്തുന്നുവെന്ന വാർത്ത ഇസ്രായേലിലെ ഞെട്ടിക്കുന്നുണ്ട്. രഹസ്യമായി ഒരു കോംപ്രമൈസിന് അമേരിക്ക ശ്രമിക്കുന്നുവെന്ന വാർത്ത അവർ തന്നെ തള്ളിക്കളയുന്നുമുണ്ട്. എന്തായാലും രഹസ്യമായി അമേരിക്ക ഇറാനുമായി കൈകോർക്കുന്നത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുമെന്നത് ഉറപ്പാണ്. നേരത്തെ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ജലപാത പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാനിയൻ വൈദ്യുത നിലയങ്ങളെ അമേരിക്ക ആക്രമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത്. US ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇറാനിയൻ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 15 പേർക്ക് ജീവൻ നഷ്ടമായി. ഇറാനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയതാണ്. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു മേൽക്കൈ അമേരിക്കയ്ക്ക് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. സുപ്രധാന കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ സ്വയം തുറക്കും എന്നും ചൈന അതിൽ ഇടപെട്ടാൽ നല്ലതായിരിക്കുമെന്നുമാണ് ട്രംപ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. അതേസമയം പശ്ചിമേഷ്യയിൽ സൈനിക ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുകയാണെന്നും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട് എന്നും ട്രംപ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ മിസൈൽ ശേഷി തകർക്കുക, അതിന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറ തകർക്കുക, ആണവശേഷി നേടുന്നതിൽ നിന്ന് തടയുക എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് അടുത്തു എന്നാണ് ട്രംപിന്റെ അവകാശവാദം ആദ്യഘട്ടത്തിൽ വന്നത്. ഹോർമുസിൽ തടസ്സം നീക്കാൻ സഹായിക്കാൻ വിസമ്മതിക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ട്രംപ് വിമർശിച്ചിരുന്നു. പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണിയുമായി ബന്ധപ്പെടുത്തുന്ന ഇടുങ്ങിയ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഈ കപ്പൽ ചാലുവഴിയാണ് നടത്തുന്നത്. US-നും അതിന്റെ സഖ്യകക്ഷികൾക്കും ഒഴികെ മറ്റെല്ലാവർക്കും പാത തുറന്നു കൊടുക്കും എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാടെങ്കിലും ആക്രമണ ഭീഷണി മൂലം കപ്പൽ ഗതാഗതം പകുതിയിലധികമായി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, തുർക്കി, ജപ്പാൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ പച്ചക്കൊടി കാട്ടിയിരുന്നു. ഇതോടെയാണ് ട്രംപ് അമേരിക്കൻ നിലപാട് അറിയിച്ചത്. എന്തായാലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയുള്ള നീക്കങ്ങളാണ് നിലവിൽ അമേരിക്കയിൽ നിന്നുണ്ടാകുന്നതെന്നും കാണാൻ സാധിക്കും.